ഹായ്, 10ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോവല്ലേ? അപ്പോൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കിയാലോ? നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? എന്തുകൊണ്ടാ നമ്മൾ അച്ഛനെയും അമ്മയും പോലെ ഇരിക്കുന്നത്, പക്ഷേ ഒരു ഫോട്ടോ കോപ്പി പോലെ അല്ലാതാനും? ഈ ഒരു ചോദ്യത്തിലുണ്ട് പാരമ്പര്യത്തിന്റെ മൊത്തം രഹസ്യം, സാമ്യതയും വ്യതിയാനവും. നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. ഓക്കേ, അപ്പോൾ ഈ റിവിഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോണേന്ന് പെട്ടെന്ന് പറയാം. ആദ്യം നമ്മൾ വ്യതിയാനം എന്താണെന്ന് നോക്കും, പിന്നെ മെന്റലിന്റെ കിടില നിയമങ്ങളിലേക്ക് കിടക്കും, പ്രബലവും പ്രച്ഛന്നവുമായ സ്വഭാവങ്ങൾ എന്താണെന്ന് പഠിക്കും, ഒന്നിൽ കൂടുതൽ സ്വഭാവങ്ങൾ എങ്ങനെയാ കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് നോക്കും, പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ലിംഗനിർണയം, അവസാനം എക്സാമിനു വേണ്ടിയുള്ള ഒരു ക്വിക്ക് സമ്മറിയും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ പോയിന്റ്, വ്യതിയാനം, അതായത് വേരിയേഷൻ. സംഭവം സിമ്പിളാണ്. പുതിയ ജീവികളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക പ്രത്യുൽപാദനം വഴി അവർക്ക് പാരൻസുമായി നല്ല സാമ്യം കാണും. പക്ഷേ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ ഒരു ബേസിക് ഐഡിയ. അതായത് പാരമ്പര്യം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തരുന്നത്. ഒന്ന്, നമ്മുടെ എല്ലാം പൊതുവായ ഒരു ബോഡി ഡിസൈൻ. രണ്ട്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ. ഈ ഒരു കോമ്പിനേഷനാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് എന്താണ് പാരമ്പര്യം എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റിയ ഒരു കിടിലൻ ഡെഫിനിഷൻ. സിമ്പിളായി പറഞ്ഞാൽ, സ്വഭാവങ്ങളൊക്കെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എങ്ങനെയാണ് കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഒരാളോടാണ്, ഗ്രിഗർ മെൻഡൽ. ശാസ്ത്രവും കണക്കും ഒരുമിച്ച് ചേർത്തുവെച്ച് പാരമ്പര്യത്തിന്റെ രഹസ്യങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം. മെൻഡലിന്റെ വിജയം എന്തായിരുന്നു എന്നറിയാമോ? അദ്ദേഹം വെറുതെ പരീക്ഷണം നടത്തുകയായിരുന്നില്ല. സയൻസും മാത്സും ഒരുമിപ്പിച്ചു. ഓരോ തലമുറയിലും ഓരോ സ്വഭാവം കാണിക്കുന്ന ചെടികളുടെ എണ്ണം അത് കൃത്യമായി എഴുതിവെച്ചു. ആ ഒരു കണക്കെടുപ്പാണ് അദ്ദേഹത്തെ ഈ വലിയ കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചത്. ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ആ രീതി. മെൻഡൽ ചെയ്ത ആ ഫേമസ് എക്സ്പെരിമെന്റ് മോണോഹൈബ്രിഡ് ക്രോസ് നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അദ്ദേഹം നല്ല ഉയരമുള്ള ഒരു പയർച്ചെടിയും ഉയരം കുറഞ്ഞൊരു പയർച്ചെടിയും എടുത്തു. എന്നിട്ട് അവയെ തമ്മിൽ ക്രോസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതിൽ നിന്നുണ്ടായ എല്ലാ ചെടികളും ഉയരം കൂടിയവയായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഉയരം കുറഞ്ഞ ചെടിയുടെ സ്വഭാവം എവിടെ പോയി? മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ കിട്ടിയ ഉയരമുള്ള ചെടികളെ അദ്ദേഹം വീണ്ടും ക്രോസ് ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പ്, അപ്പോൾ കിട്ടിയ തലമുറയിൽ ഉയരം കൂടിയ ചെടികളും ഉണ്ടായിരുന്നു. ഒപ്പം അപ്രത്യക്ഷമായി നമ്മൾ കരുതിയ ആ ഉയരം കുറഞ്ഞ ചെടികളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ ചിത്രമൊന്ന് നോക്കിയേ. ഇതിൽ എല്ലാം വ്യക്തമാണ്. ആ ഉയരം കുറഞ്ഞ സ്വഭാവം, ഷോർട്ട്നെസ്, അത് ആദ്യത്തെ തലമുറയിൽ അപ്രത്യക്ഷമായെങ്കിലും അതെങ്ങോട്ടും പോയിട്ടില്ലായിരുന്നു. അത് ആ ചെടികളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അടുത്ത തലമുറയിൽ അത് വീണ്ടും പുറത്തു വന്നു. ഇതിനർത്ഥം ടി എന്ന കോമ്പിനേഷനിൽ ടി എന്ന ഉയരക്കൂടുതലിന്റെ സ്വഭാവം ടി എന്ന ഉയരക്കുറവിന്റെ സ്വഭാവത്തെ അടക്കി ഭരിച്ചു. പക്ഷേ ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് മെൻഡൽ എത്തിച്ചേർന്ന ഒരു കിടിലൻ നിഗമനമുണ്ട്. അതാണ് പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്, ഡോമിനന്റ് റിസസീവ് ട്രേറ്റ്സ്, അതായത് പ്രബലവും പ്രച്ഛന്നവുമായ സ്വഭാവങ്ങൾ. എന്താണ് ഈ പ്രബല സ്വഭാവ അല്ലെങ്കിൽ ഡോമിനന്റ് ട്രേറ്റ്? സിമ്പിളാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനിന്റെ ഒരു കോപ്പി മാത്രം മതി ആ സ്വഭാവം പുറത്തു കാണാൻ. എങ്കിൽ അതാണ് പ്രബല സ്വഭാവം. നമ്മുടെ പയറ് ചെടിയുടെ കാര്യത്തിൽ ഉയരക്കൂടുതലിന് കാരണമായ ടി ഒരു ഡോമിനന്റ് ട്രേറ്റ് ആണ്. അതുകൊണ്ടാണ് ടി എന്ന് വന്നപ്പോഴും ചെടിക്ക് ഉയരം കൂടിയത്. അപ്പോൾ പ്രച്ഛന്ന സ്വഭാവം അല്ലെങ്കിൽ റെസസീവ് ട്രേറ്റ് എന്തായിരിക്കും? ഒരു സ്വഭാവം പുറത്തു കാണണമെങ്കിൽ അതിൻ്റെ രണ്ട് കോപ്പികളും ഒരുമിച്ച് വരണം. നമ്മുടെ ഉദാഹരണത്തിൽ ഉയരം കുറവിന് കാരണമായ ടി. അതുകൊണ്ടാണ് ടി എന്ന് രണ്ട് കോപ്പിയും ഒരുമിച്ച് വന്നപ്പോൾ മാത്രം ചെടിക്ക് ഉയരം കുറഞ്ഞത്. ടിയിൽ ടി ഉണ്ടായിരുന്നെങ്കിലും ടി അതിനെ പ്രകടമാവാൻ സമ്മതിച്ചില്ല. അപ്പോൾ ടി ആണ് ഇവിടുത്തെ റെസസീവ് ട്രേറ്റ്. ഈ നമ്പർ 3-1 ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈഹാർട്ട് ചെയ്തോളൂ. മെൻഡലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിലെ രണ്ടാമത്തെ തലമുറയിൽ കിട്ടിയ ചെടികളുടെ അനുപാതമാണിത്. 3 ഉയരമുള്ള ചെടിക്ക് ഒരു ഉയരം കുറഞ്ഞ ചെടി, 3:1. ഓക്കെ, ഒരു സ്വഭാവത്തിന്റെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി കുറച്ചുകൂടി കോംപ്ലക്സ് ആയി ചിന്തിച്ചാലോ? ഒരേ സമയം രണ്ട് സ്വഭാവങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? മെൻഡൽ അതും പഠിച്ചു. അതിനെയാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. മോണോഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ ചെടിയുടെ ഉയരം എന്ന ഒരൊറ്റ സ്വഭാവം മാത്രം നോക്കി. എന്നാൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ മെൻഡൽ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് പഠിച്ചു.
ഉദാഹരണത്തിന് വിത്തിന്റെ ആകൃതി, അതായത് ഉരുണ്ടതാണോ ചുളുങ്ങിയതാണോ, അതോടൊപ്പം വിത്തിന്റെ നിറവും, അതായത് മഞ്ഞയാണോ പച്ചയാണോ എന്നിങ്ങനെ. ഈ പണ്ണറ്റ് സ്ക്വയറിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പേരൻസിലില്ലാത്ത പുതിയ കോമ്പിനേഷനുകൾ കുട്ടികളിൽ, അതായത് അടുത്ത തലമുറയിൽ വരുന്നുണ്ട്. കണ്ടോ, ഉരുണ്ട വിത്തും പച്ച നിറവും, അല്ലെങ്കിൽ ചുളുങ്ങിയ വിത്തും മഞ്ഞ നിറവും. ഇതൊക്കെ പുതിയ കോമ്പിനേഷനുകളാണ്. ഇതിൽ നിന്ന് മെൻഡൽ ഒരു കാര്യം ഉറപ്പിച്ചു: ഓരോ സ്വഭാവവും മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. ദാ വരുന്നു അടുത്ത ഇമ്പോർട്ടന്റ് നമ്പർ, 9:3:3:1. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ടാണ് ഈ റേഷ്യോ. ഇതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തു വെക്കുക, 9:3:3:1. ഇതുവരെ നമ്മൾ പയർച്ചെടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ ആശയങ്ങളൊക്കെ നമുക്ക് മനുഷ്യരിലേക്ക് കൊണ്ടുവരാം, അല്ലേ? ഒരു കുഞ്ഞാളാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാണ് ജനിതകപരമായി തീരുമാനിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും 23 ജോഡി ക്രോമസോമുകളുണ്ട്. അതിൽ ആദ്യത്തെ 22 ജോഡിയും സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെയാണ്. എന്നാൽ ആ 23ാമത്തെ ജോഡിയുണ്ടല്ലോ, അതിലാണ് വ്യത്യാസം. അതിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നത്. അതാണ് ഒരാളുടെ ലിംഗം നിർണ്ണയിക്കുന്നത്. വ്യത്യാസം ഇതാണ്: സ്ത്രീകൾക്ക് ഒരുപോലെയുള്ള 2 എക്സ് ക്രോമസോമുകളാണുള്ളത്, അതായത് XX. പുരുഷന്മാർക്ക് ഒരു എക്സ് ക്രോമസോമും പിന്നെ ഒരു ചെറിയ Y ക്രോമസോമുമാണുള്ളത്, അതായത് XY. ഈ ചിത്രം നോക്കുമ്പോൾ കാര്യം ക്ലിയർ ആകും. അമ്മയ്ക്ക് കുട്ടിക്ക് കൊടുക്കാൻ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷനില്ല. പക്ഷെ അച്ഛന്റെ കാര്യത്തിൽ പകുതി ബീജങ്ങളിൽ എക്സ് ക്രോമസോമും ബാക്കി പകുതിയിൽ Y ക്രോമസോമും ആയിരിക്കും. അപ്പോൾ അച്ഛനിൽ നിന്ന് X ആണ് വരുന്നതെങ്കിൽ അമ്മയുടെ Xുമായി ചേർന്ന് കുട്ടി പെണ്ണാകും, XX. അഥവാ അച്ഛനിൽ നിന്ന് Y ആണ് വരുന്നതെങ്കിൽ കുട്ടി ആണാകും, XY. അപ്പോൾ വളരെ വ്യക്തമാണ്, കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നത് അച്ഛന്റെ ക്രോമസോമാണ്. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി എക്സാമിന് വേണ്ടി ഇതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം. റെഡിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, പാരമ്പര്യമായി കിട്ടുന്ന വ്യത്യാസങ്ങൾ പ്രത്യുൽപാദന സമയത്താണ് ഉണ്ടാകുന്നത്. 2, ഓരോ സ്വഭാവത്തിനും നമ്മളിൽ 2 ജീൻ കോപ്പികൾ ഉണ്ടാകും. 3, പ്രബല സ്വഭാവങ്ങൾ എപ്പോഴും പ്രച്ഛന്ന സ്വഭാവങ്ങളെ മറികടന്ന് പ്രകടമാകും. 4, സ്വഭാവങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ ഇൻഡിപെൻഡന്റായി അടുത്ത തലമുറയിലേക്ക് പോകാൻ കഴിയും. അവസാനം 5ാമത്തെ പോയിന്റ്, മനുഷ്യരിൽ കുട്ടിയുടെ ലിംഗം നിർണ്ണയിക്കുന്നത് അച്ഛനിൽ നിന്ന് വരുന്ന X അല്ലെങ്കിൽ Y ക്രോമസോമാണ്. അപ്പോൾ ഈ റിവിഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. മെൻഡൽ നമുക്ക് പാരമ്പര്യത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു തന്നു, സ്വഭാവങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നൊക്കെ. പക്ഷേ ഈ സ്വഭാവങ്ങൾക്ക് അടിസ്ഥാനമായ തന്മാത്രാപരമായ കാരണം എന്താണ്? എങ്ങനെയാണ് DNA-യും ജീനുകളും ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അത് ബയോളജിയിലെ അടുത്തൊരു വലിയ ലോകമാണ്. അപ്പോൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.